ഇപ്പോഴത്തെ ഈ ഒരു വീക്ക് സൊസൈറ്റിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. അവർ രാവിലെ തൊട്ട് രാത്രി വരെ സോഷ്യൽ മീഡിയാസ് ഓവറായിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് വിശന്നാൽ മാത്രം വന്ന് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ പിന്നെയും ഈ ഒരു സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ രാത്രി കിടക്കാറാണ് മുമ്പ് ബെഡിൽ വെച്ചും സ്ക്രോളിംഗ് ആയിരിക്കും. സോ അങ്ങനെ ഒരു 1 മണി 2 മണി രാത്രി ആകുമ്പോൾ കിടക്കാൻ തീരുമാനിച്ചാലും ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുമെന്ന് അറിയും, വാട്സപ്പിലായാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായാലും ജസ്റ്റ് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും, ഇങ്ങനെ ഐ ആം ഫുള്ളി ഡിപ്രസ്ഡും പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റേ സെഡ് BGM-ഉം ഐ ആം ഹെലോൺ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഒരു സെഡ് റിയാലിറ്റിയിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് പറയും ഞാൻ ഫുള്ളി ഡിപ്രസ്ഡ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്റ്റാറ്റസ് ഇടും. സോ ഇതാണ് കറണ്ട്ലി നമ്മുടെ സൊസൈറ്റിയിൽ, ഈ ഒരു വീക്ക് സൊസൈറ്റി നടക്കുന്ന റിയാലിറ്റി. ഇപ്പോഴത്തെ ഈ ഒരു വീക്ക് സൊസൈറ്റിയിലെ ആൾക്കാർക്ക് ഡിപ്രസ്ഡ് ആകാനായിട്ട് വേറെ സിറ്റുവേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് സോഷ്യൽ മീഡിയ മാത്രം മതി. അതിലൂടെ കുറച്ച് റീൽസ് കണ്ടുകഴിയുമ്പോൾ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി ഡിപ്രഷൻ എന്ന മൂഡിലേക്ക് മാറും. സോ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും വലിയ സിറ്റുവേഷൻ അവർക്ക് വേണമെന്നില്ല, ജസ്റ്റ് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ അവർ ഡിപ്രഷൻ എന്നൊരു സ്റ്റേജിലേക്ക് മാറും. ഞാനിത് എവിടെയെങ്കിലും കണ്ട് വെറുതെ പറഞ്ഞ കാര്യമില്ല, ഇതാണ് സത്യം പറഞ്ഞ ആ ഒരു ഡാർക്ക് റിയാലിറ്റി. ഇത് മനസ്സിലാക്കി ലൈഫിൽ ഒരു നല്ല ഡിസിഷൻ എടുക്കുന്നവർ നല്ലൊരു ലെവലിലെത്തും, അല്ലാത്തവർ പിന്നെയും ആ ഒരു സ്ക്രോളിംഗ് സ്റ്റേജിൽ തന്നെ നിൽക്കും.